പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു പുതിയ മാസം ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് തുടങ്ങി നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 15 നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ ഇന്നലെ ഡാനിയേലച്ചൻ്റെ നമ്മളെ പരിശുദ്ധ കുർബാനയെ കുറിച്ചിട്ടുള്ള പ്രത്യേകമായ വിചിന്തനം, നമ്മുടെ കുടുംബ വൃക്ഷം അനുഗ്രഹിക്കപ്പെടാനായിട്ടുള്ള ശുശ്രൂഷ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആത്മീയ ശുശ്രൂഷകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഏറ്റവും മികച്ച ഒരു ഫ്രൂട്ട്, ഒരു ഫലം ഇതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട്, സ്വർഗം നൽകുന്ന കൃപകൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ ശനിയാഴ്ച ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്, 15 നോമ്പിൻ്റെ ആരംഭ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്, അത് നെഹെമിയായുടെ പുസ്തകത്തിൽ 13:31 അവിടെ വചനം പറയാണ്, എൻ്റെ ദൈവമേ എന്നും ഓർക്കണമേ, എൻ്റെ ദൈവമേ എന്നെ എന്നും ഓർക്കണമേ, എൻ്റെ ദൈവമേ എന്നെ എന്നും ഓർക്കണമേ. അതായത് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ ദൈവമേ എന്നും എന്നെ ഓർക്കണമേ. അതായത് എന്നും എന്നെ ഓർക്കാൻ തക്ക വിധത്തിൽ ഒരു ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, യേശുവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുവാനായിട്ടുള്ളൊരു ജീവിതം എന്നെ നയിക്കുവാൻ പര്യാപ്തനാക്കണമേ എന്ന് കൂടി ഇതിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എന്നെ ഓർക്കാൻ തക്ക വിധത്തിൽ, നമുക്കറിയാം നമ്മളൊരു പ്രിയപ്പെട്ട വ്യക്തിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ബന്ധമാണ്, അല്ലേ? നമുക്കൊരാൾ ഇപ്പോൾ മരിച്ചുപോയി, നമുക്ക് ഇന്നും ആ വ്യക്തിയുടെ ഓർമ്മ സജീവമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ദൈവമേ എന്നെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ടോ അപ്പോഴാണ്, അല്ലേ, ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഡാനിയേലച്ചൻ്റെ ശുശ്രൂഷയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ പറഞ്ഞൊരു പോയിൻ്റാണ്, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുക, കൂടെ കുമ്പസാരിക്കുക. ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നിർബന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.